നമസ്കാരം. 14ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിട്ടാണ് ഞാൻ നിയമസഭയിൽ വന്നത്. ഏറെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വലിയ അനുഭവ സമ്പത്തുള്ള ആളുകൾ, അന്ന് ഏറ്റവും പ്രായം കൂടിയ VS അച്യുതാനന്ദൻ സഭയിലുണ്ട്, അതുപോലെ തന്നെ മാണി സാറ്, ഉമ്മൻചാണ്ടി സാറ് അടക്കമുള്ള ആളുകൾ സഭയിലുണ്ട്. അവരെയൊക്കെ നേരിട്ട് കാണാനും അവരുടെ സഭാ അനുഭവങ്ങളിൽ നിന്ന് പലതും പഠിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 15ാം കേരള നിയമസഭയിലും എത്തി നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പട്ടാമ്പി നിയമസഭാ മണ്ഡലവുമായി ചേർന്നുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ആധുനിക പട്ടാമ്പിയെ കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖലയിൽ പശ്ചാത്തല സൗകര്യങ്ങൾ, അത് റോഡുകളാവാം, മേൽപ്പാലങ്ങൾ അടക്കമുള്ള പദ്ധതികൾക്ക് ഫണ്ട് വെക്കാനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പട്ടാമ്പിയെ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യമുള്ള ഒരു മണ്ഡലമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പോകുന്നത്. ഇപ്പോൾ 16ാം കേരള നിയമസഭയിൽ എത്തി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ പട്ടാമ്പിയെ ഒരു ലേണിംഗ് കോൺസ്റ്റൻസി എന്ന നിലക്ക് ഡെവലപ്പ് ചെയ്യുക എന്നാഗ്രഹിക്കുന്നുണ്ട്. മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം മാനസമിത്ര നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ വ്യത്യസ്തമായ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടും അടിസ്ഥാന സൗകര്യങ്ങൾ ഏറെ മികവ് പുലർത്തിക്കൊണ്ടും പട്ടാമ്പി മണ്ഡലത്തിലെ ചെറുപ്പക്കാരടക്കമുള്ള എല്ലാവർക്കും അവരാഗ്രഹിക്കുന്ന, അവർ സ്വപ്നം കാണുന്ന സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ജോലിയുടെ കാര്യത്തിലാണെങ്കിലും വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും അതിലെത്തിക്കാൻ അവരെ സഹായിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, കേരളം ഇന്ന് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ മികച്ച രീതിയിൽ ഡെവലപ്ഡായി മുന്നോട്ട് പോകുമ്പോൾ പുതിയ ഒരുപാട് വെല്ലുവിളികൾ കേരളത്തിലുണ്ട്. ആ വെല്ലുവിളികളെ അതിജീവിക്കുമ്പോൾ അതിനൊരു മാതൃകയായി പട്ടാമ്പിയെ മാറ്റിയെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഉള്ളത്. എന്തായിരുന്നാലും ഏറെ സന്തോഷം. സഭാ TV-ക്ക് ഏറെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്.